നിങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടും നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എങ്കിൽ കഠിനാധ്വാനം കൊണ്ട് മാത്രം ആരും പണക്കാരനായിട്ടില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നുവെന്ന്. നിങ്ങളുടെ വരുമാനം 1 ലക്ഷത്തിലോ 2 ലക്ഷത്തിലോ വന്ന് തങ്ങി നിൽക്കുന്നത് മാർക്കറ്റിന്റെ കുഴപ്പമല്ലെന്നും അത് നിങ്ങളുടെ മനസ്സ് നിശ്ചയിച്ചുള്ള ഒരു ഇൻകം സീലിംഗ് ആണ് ഇതിന് കാരണമെന്നും മനസ്സിലാക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള ഫൈനാൻഷ്യൽ തെർമോസ്റ്റാറ്റ് മാറ്റാതെ പുറത്തെ മാർക്കറ്റ് മാറ്റാൻ ശ്രമിച്ചത് ഒരു കാര്യവുമില്ലെന്നും നിങ്ങളുടെ ചിന്താഗതികളിലെ ആ പരിധി ആദ്യം തകർക്കുകയാണ് ചെയ്യേണ്ടത് എന്നും നിങ്ങളത് മനസ്സിലാക്കി വെക്കാം. ഈ വരുമാന പരിധി എങ്ങനെ തകർക്കാമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, അതിനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഇതിൽ വെൽക്കം ടു ബിസിനസ് മാസ്റ്ററി ഹബ് വൺസ് അഗെയിൻ. ഒരു പ്രത്യേക സംഖ്യക്ക് മുകളിലേക്ക് നമ്മുടെ ബാങ്ക് ബാലൻസ് പോകുന്നില്ല, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് ചെലവായി പോകുന്നു എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ മാർക്കറ്റിന്റെ ഒരു തളർച്ചയായിട്ടാണോ പറയുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയമാണോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മൾ ഇതിന് വിളിക്കുന്ന പേരാണ് ഇൻകം സീലിംഗ് എന്നുള്ളത്. ഇതാണ് ഇതിന്റെ യഥാർത്ഥ സത്യം. ഒരു പ്രത്യേക എമൗണ്ടിൽ എത്തുമ്പോൾ നമ്മുടെ ഇൻകം അവിടെ സീലിംഗ് ആയി പോകുന്നുള്ളതാണ്. നിങ്ങൾ ഒരു ദിവസം 14 മണിക്കൂറോ 16 മണിക്കൂറോ ഒക്കെ ജോലി ചെയ്യുന്നുണ്ടാവാം, ബിസിനസ്സിൽ പുതിയ പ്ലാനുകൾ പരീക്ഷിക്കുന്നുണ്ടാവാം. എന്നിട്ട് നമ്മുടെ വരുമാനം 1 ലക്ഷത്തിലോ 2 ലക്ഷത്തിലോ വന്ന് തട്ടി നിൽക്കുന്നു എന്നുള്ളതാണ് വിഷയം. അതിനപ്പുറത്തേക്ക് 1 രൂപയോ 1 ദിർഹമോ പോലും നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നില്ല. എത്തിയാൽ തന്നെ അത് അവിടെ നിൽക്കുന്നില്ല എന്നുള്ളത്. എങ്കിൽ കേട്ടോളാ, പുറത്തെ മാർക്കറ്റിലല്ല പ്രശ്നം. നമ്മുടെ തലച്ചോറിനുള്ളിൽ നമ്മൾ നിർമ്മിച്ചു വെച്ച ഒരു ഇൻകം സീലിംഗ് ഉണ്ട്. ആ പരിധി തകർക്കാതെ ലോകത്തെ എല്ലാ ബിസിനസ് ബുക്കുകൾ വായിച്ചാലും, എല്ലാ ബിസിനസ് ക്ലാസ്സുകളിൽ പങ്കെടുത്താലും, എന്ത് തന്നെ ചെയ്താലും നമ്മുടെ വരുമാനത്തെ വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള സത്യം. ഭൂരിഭാഗം ആൾക്കാർ വിശ്വസിക്കുന്നത് കൂടുതൽ സമയം ജോലി ചെയ്താൽ കൂടുതൽ പണം കിട്ടും എന്നാണ്. പക്ഷെ സത്യം മറ്റൊന്നാണെന്ന് അറിയുക. ഈ ഒരു നേരത്തെ ഞാൻ പറഞ്ഞ തെർമോസ്റ്റാറ്റ് പോലെ നമ്മുടെ മനസ്സ് ഒരു വരുമാനം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എത്ര അധ്വാനിച്ചാലും ആ ലിമിറ്റിലെത്തിയാൽ നമ്മുടെ മനസ്സ് നമ്മളറിയാതെ തന്നെ താഴേക്ക് വലിക്കുമെന്നുള്ളതാണ്. ഇതിനെയാണ് ഫൈനാൻഷ്യൽ തെർമോസ്റ്റാറ്റ് എന്ന് വിളിക്കുന്നത്. എല്ലാ ബിസിനസ് ആൾക്കാരും, നല്ല പ്രൊഫഷണൽസും, ഹൈ സാലറി മേടിക്കുന്ന എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ട ഒരു നഗ്ന സത്യമാണിത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ചില യൂണിവേഴ്സൽ നിയമങ്ങളെ കുറിച്ചിട്ടും മൈൻഡ് സെറ്റിനെ പറ്റി നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഞാൻ ലളിതമായിട്ട് ഒരു കാര്യം പറയാം. നമ്മുടെ എല്ലാം വീടുകളിൽ, മിക്ക വീടുകളിലും എയർ കണ്ടീഷൻസ് ഉണ്ട് അല്ലെ. ആ റിമോട്ട് എടുത്തിട്ട് നമ്മൾ ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യും. 25 ഡിഗ്രി, 26 ഡിഗ്രി, 24 ഡിഗ്രി എന്നൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് എത്ര ചൂടുണ്ടായാലും AC ഉള്ള ആ മുറിക്കുള്ളിലെ തണുപ്പ് നമ്മൾ എത്ര ഡിഗ്രിയിലാണോ സെറ്റ് ചെയ്തത് അതിൽ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത്. ഇത് തന്നെയാണ് നമ്മുടെ സാമ്പത്തിക കാര്യത്തിലും സംഭവിക്കുന്നത് എന്നതാണ്. നമ്മുടെ ഉപബോധ മനസ്സ്, സബ്കോൺഷ്യസ് മൈൻഡ് ഒരു നിശ്ചിത വരുമാനത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതിനെ ഫൈനാൻഷ്യൽ തെർമോസ്റ്റാറ്റ് എന്ന് വിളിക്കുന്നു. നിങ്ങൾ ഈ കൂടുതൽ പണം, നിങ്ങൾക്ക് എത്ര കൂടുതൽ പണം സമ്പാദിക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ തന്നെ അറിയാതെ സെറ്റ് ചെയ്ത് പോയ ആ തെർമോസ്റ്റാറ്റ് ഓൺ ആവുകയും നമ്മൾ വീണ്ടും പഴയ കംഫേർട്ട് സോണിലേക്ക് എത്തുകയും ചെയ്യും എന്നുള്ളതാണ്. ഇത് പ്രപഞ്ചത്തിൽ ഒരു നിയമമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. ലോ ഓഫ് അട്രാക്ഷൻ പറയുന്ന ഒരു നിയമം, ആസ് വിത്തിൻ സോ വിത്തൗട്ട് എന്ന് പറയും. ഉള്ളിൽ എപ്രകാരമോ പുറമേയും അപ്രകാരം തന്നെ എന്ന്. അതായത് നമ്മളുടെ പുറമേ കാണുന്നത് എന്താണോ അത് യഥാർത്ഥത്തിൽ നമ്മുടെ അകമേ ഉള്ളതാണ് എന്ന് തിരികെ പറയേണ്ടി വരും. നമ്മുടെ ഉള്ളിൽ നിങ്ങൾ ആരാണെന്ന് വിശ്വസിക്കുന്നുവോ അത് മാത്രമാണ് നിങ്ങളുടെ പുറം ലോകത്ത് സംഭവിക്കുക എന്ന്. നിങ്ങൾ സ്വയം 1 ലക്ഷം രൂപ വരുമാനമുള്ള വ്യക്തിയായിട്ട് കാണുന്നെങ്കിൽ 5 ലക്ഷം രൂപയുടെ വരുമാനം മുന്നിൽ വന്നാലും നിങ്ങളുടെ മനസ്സത് കാണില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. കാരണം ഇതിനെ നിങ്ങളുടെ ഐഡന്റിറ്റി അവിടെ ലോക്ക് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ബിസിനസ് വളരണമെങ്കിൽ ആദ്യം നിങ്ങളുടെ സെൽഫ് ഇമേജ് അപ്ഗ്രേഡ് ചെയ്യുക തന്നെ വേണം.
അല്ലാതെ നിങ്ങൾ എത്ര ബിസിനസ് വളർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്ന്. ഇവിടെ പ്രായോഗികമായിട്ടുള്ള ഒരു 3 കാര്യങ്ങൾ ഞാൻ ഇന്ന് പറഞ്ഞു പോവാം. അതാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രത്യേകത. വളരെ ലളിതമായ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മുഴുവനായിട്ടും ശ്രദ്ധിക്കുക, ഒന്ന് എഴുതി വെച്ചോളുക. ജീവിതത്തിൽ നാളെ മുതൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന വളരെ ലളിതമായ കാര്യം. ഇത് മാറ്റാനുള്ള 3 സിമ്പിൾ ടെക്നിക്ക്. ഒന്നാമത്തെ കാര്യം പറയുന്ന ഐഡന്റിഫൈ ദ നമ്പർ എന്ന് പറയും. അതായത് നമ്മുടെ ഉള്ളിലുള്ള നിലവിലുള്ള ആ വരുമാന പരിധി എത്രയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഉദാഹരണം ചിലപ്പോൾ 50,000 ആകാം, 1,00,000 ആകാം, 2,00,000 ആകാം, അല്ലെങ്കിൽ 1000 10,000 ദിറംസ് ആവാം, ഡോളർ ആവാം, $50,000 ആവാം, 50,000 ദിറംസ് ആവാം. ഇങ്ങനെ ഏതാണോ നിങ്ങളുടെ കറൻസി അതിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം മെന്റൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ആ സംഖ്യയുടെ 10 മടങ്ങ് നിങ്ങൾ ഇപ്പോൾ തന്നെ സമ്പാദിക്കുന്നു എന്ന് സങ്കല്പിച്ചു നോക്കുക. നിങ്ങളുടെ ചിന്താരീതിയിൽ എന്ത് മാറ്റം വരുന്നു നിരീക്ഷിക്കുക മാത്രം ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻവയറമെന്റ് ഷിഫ്റ്റ് എന്ന് പറയുന്ന സാധനം. നിങ്ങളെക്കാൾ 10 മടങ്ങ് വരുമാനമുള്ള ആളുമായി സംസാരിക്കുകയോ അവരുടെ പുസ്തകങ്ങൾ വായിക്കുകയോ അവരുടെ ക്ലാസ്സുകൾ കേൾക്കുകയോ അവരുമായി എന്തെങ്കിലും രീതിയിൽ സമ്പർക്കങ്ങൾ നിങ്ങൾ ഇടപെടുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു, എന്താണ് നിങ്ങളുടെ മനോഭാവം എന്ന് ഒന്ന് നിരീക്ഷിക്കുക. അങ്ങനെ മാത്രമാണ് നമുക്ക് ആ തെർമോസ്റ്റാറ്റ് റീസെറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇവിടെയാണ് വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മളെപ്പോലുള്ള ക്ലാസ്സുകൾ പങ്കെടുക്കുന്നതും നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമ്മളെ കൂടി നിങ്ങളൊന്ന് വാച്ച് ചെയ്യണം. നമ്മൾ ഏത് രീതിയിലാണ് സമ്പത്തിനെ കാണുന്നതെന്നും ഏത് രീതിയിലാണ് പൈസയുടെ നമ്മുടെ മണി ബോളിനെ വളർത്തിക്കൊണ്ടുവരുന്നതെന്നൊക്കെ നിങ്ങൾ ക്ലോസ് വാച്ച് ചെയ്ത് മനസ്സിലാക്കി നിൽക്കണം. സാധാരണ ബിസിനസ്സുകാർ കഠിനാധ്വാനത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നവരാണ്. എന്നാൽ ഈ രഹസ്യം അറിയാവുന്ന എലൈറ്റ് ബിസിനസ്സുകാർ എന്ന് പറയുന്ന ആദ്യം ഞാൻ പറഞ്ഞ അവർ തങ്ങളെ തന്നെ മാറ്റാൻ തുടങ്ങുന്നവരാണ്. അപ്പോൾ തീരുമാനിക്കേണ്ട മറ്റൊന്നുമല്ല, നിങ്ങൾ ഏത് ക്ലാസ്സിൽ പെടുന്നവരാണെന്നുള്ളതാണ്. അതായത് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് മാത്രം നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയാനില്ല. അല്ല, ഇത്തരം രഹസ്യങ്ങൾ അറിഞ്ഞ് അതിന് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്ന എലൈറ്റ് ബിസിനസ് ഗ്രൂപ്പിൽ പോകാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അതിനുള്ള വേദിയാണിത്. ഈ വേദിയിൽ നിങ്ങൾക്കത് സാധ്യമാകും. അതിനുള്ള എല്ലാ എൻവയറമെന്റും ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ആ വിഭാഗത്തിൽ എത്താത്തിടത്തോളം കാലം 14-18 മണിക്കൂർ പണിയെടുത്തുകൊണ്ട് വെറുതെ നമ്മുടെ ജീവിതം കളയുക മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ 2 ബിസിനസ് പുസ്തകത്തിലും മലയാളവും ഇംഗ്ലീഷും നിങ്ങൾ വായിക്കാം. അതിനകത്ത് കൃത്യമായി തന്നെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വൈ യു ഡു ബിസിനസ്, എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു, ഒരു പ്രഗത്ഭനായ ഒരു ബിസിനസ് കോച്ചിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം ഇത്രയാണ്: ഒരു ബിസിനസ്സുകാരൻ ആദ്യം തീരുമാനിക്കുന്ന ഒരു ബിസിനസ് തുടങ്ങാനാണെങ്കിൽ തൊട്ടടുത്ത നിമിഷം അയാളെ ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു, ഡിസൈഡ് ചെയ്തെങ്കിൽ നെക്സ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് വെൻ യു എക്സിറ്റ് ഫ്രം ദ ബിസിനസ് എന്നുള്ളതാണ്. നിങ്ങൾ എന്ന് ആ ബിസിനസ്സിൽ നിന്ന് പുറത്തു പോകും എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കാരണം ലൈഫ് ലോങ് മരണം വരെ ബിസിനസ് നടത്തുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് കാര്യം? ബിസിനസ് ക്ലോസ് ചെയ്യാന്നല്ല പറഞ്ഞ് അതിനെ ഹാൻഡ് ഓവർ ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി സിസ്റ്റം റൺ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തണം എന്ന്. അപ്പൊ ഞാൻ ഇവിടെ ഒരു എലൈറ്റ് ബിസിനസ് ക്ലബിന്റെ ഫോർമേഷൻ നടത്താൻ പോവുകയാണ്. നിങ്ങൾ ബിസിനസ് വളർത്താനും ബിസിനസിന്റെ രഹസ്യം അറിയാനും അതിലൂടെ ബിസിനസിന്റെ അഭിവൃദ്ധിപ്പെടുത്താനും നമ്മുടെ ധനവരവ്, നമ്മുടെ മൂല്യം, വാല്യൂ ക്രിയേറ്റ് ചെയ്യാനും താല്പര്യമുള്ളവർക്ക് മാത്രമുള്ള ഒരു ക്ലബായിരിക്കും അത് എന്നുള്ളതാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും വളരെ കൃത്യമായ കാര്യം നിങ്ങളോട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടും നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എങ്കിൽ കഠിനാധ്വാനം കൊണ്ട് മാത്രം ആരും പണക്കാരനായിട്ടില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നു എന്നാണ്. നിങ്ങളുടെ വരുമാനം 1 ലക്ഷത്തിലോ 2 ലക്ഷത്തിലോ വന്ന് തങ്ങി നിൽക്കുന്നത് മാർക്കറ്റിന്റെ കുഴപ്പമല്ലെന്നും അത് നിങ്ങളുടെ മനസ്സ് നിശ്ചയിച്ചുള്ള ഒരു ഇൻകം സീലിംഗ് ആണ് ഇതിന് കാരണമെന്നും മനസ്സിലാക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള ഫൈനാൻഷ്യൽ തെർമോസ്റ്റാറ്റ് മാറ്റാതെ പുറത്തെ മാർക്കറ്റ് മാറ്റാൻ ശ്രമിച്ചത് ഒരു കാര്യവുമില്ലെന്നും
നിങ്ങളുടെ ചിന്താഗതികളിലെ ആ പരിധി ആദ്യം തകർക്കുകയാണ് ചെയ്യേണ്ടത് എന്നും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. ഈ വരുമാന പരിധി എങ്ങനെ തകർക്കാമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, അതിനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഇതിലെ വീഡിയോസ് നിങ്ങൾ കാണാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളായിരിക്കും ഇനി എല്ലാ ദിവസങ്ങളും ഇവിടെ നടക്കുന്നത്. ബിസിനസ് മൈൻഡ് മാസ്റ്റർ ചെയ്യാനായിട്ടാണ് ബിസിനസ് മാസ്റ്ററി ഹബ്ബ് രൂപീകൃതമായിട്ടുള്ളത്. ഇവിടെ നമുക്കിത് മാത്രമായിരിക്കും ചർച്ചാ വിഷയം. ഓരോ വിഷയങ്ങളും കൃത്യമായി നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇത് പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ലാസ്റ്റായിട്ട് പറയാനുള്ളത്, ഈ ചാനൽ നിങ്ങളിപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഇത്രയും ആൾക്കാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്തേക്കുക, ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഇവിടെ എല്ലാം ഞാൻ പറയാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങൾ മാത്രമായിരിക്കും. നമ്മുടെ ബിസിനസ് വളർത്ത് ഐ ക്രിയേറ്റ് വെൽത്ത് എവറി ആക്ഷൻ ഐ ടേക്ക് എന്ന് ഞാനും പറയുന്നു, നിങ്ങളും പറയുക. വിൽ സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ സെഷൻ. താങ്ക് യു വെരി മച്ച്.